ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്ത്. സൂപ്പർ സ്റ്റാർ സിംഗർ ജേതാവ് ആവിർഭാവ് എസ് ഇൻസൈഡ് റിപ്പോർട്ടിനോട് കൂടി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ. ആവിർഭാവ് തന്റെ മാതാപിതാക്കളോടും സഹോദരിയോടും കൂടെ തന്റെ വിജയത്തിലുള്ള സന്തോഷം ഇൻസൈഡ് റിപ്പോർട്ടിനോട് അധ്യാപകരും സഹപാഠികളും തന്നെ പിന്തുണച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ആവിർഭാവ് പറഞ്ഞു. ലാൽ പൈനാടത്തിന്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണം ആണ് ആവിർഭാവിന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നൽകിയത്. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെയധികം കഷ്ടപ്പെടുക, ഒത്തിരി സാക്രിഫൈസ് ഒക്കെ ചെയ്തു. അപ്പോൾ അതിനൊരു ഫലം കിട്ടി. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം. നിങ്ങൾ രണ്ട് മക്കൾ മാത്രമുള്ള? ഞങ്ങൾ രണ്ടുപേരും. എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 12th-ലാണ്, അവൻ 2nd. എവിടെയാണ് പേര് പറഞ്ഞത്, പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് അഞ്ജലുഞ്ഞ. ഞാൻ 12th-ലാണ് പഠിക്കുന്നത്. MGM GHSS അവൻ 2nd സ്റ്റാൻഡേർഡിൽ. അവൻ്റെ സ്കൂളിൽ വിശ്വജിത്. ഇപ്പം നേരിട്ട് വിശ്വജിത്തിലേക്കാണോ അല്ലെങ്കിൽ വീട്ടിലേക്കാണോ പോകുന്നത്? വീട്ടിലേക്കാണ് പോകുന്നത് ആദ്യം. കാരണം ഇത്രയും മാസത്തിന് ശേഷം നമ്മുടെ ഭക്ഷണവും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ വീടൊക്കെ. അതുകൊണ്ട് ആദ്യം വീട്ടിലേക്ക് പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട്. സ്വന്തക്കാർക്ക് വന്നിട്ടുണ്ടോ? എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ടല്ലേ? നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കൈവന്നിരിക്കുന്നത്. കാരണം ഈ നമ്മൾ പോകുമ്പോൾ വിചാരിച്ചില്ല വിന്നറായി തിരിച്ചു വരുമെന്നൊന്നും വിചാരിച്ചില്ല. കാരണം അത്രയ്ക്ക് വലിയ ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ടാലൻ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെയാണ് മത്സരിക്കുന്നത്. എല്ലാവരും നല്ല ടാലൻ്റഡാണ്. അപ്പോൾ നമ്മുടെ കുട്ടി അങ്ങനെ ഒരു വിന്നറാകുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഓൾ ഓവർ ഇന്ത്യ മാത്രമല്ല, വേൾഡ് ലെവലിൽ തന്നെ ആൾക്കാർ ഒരുപാട് പേര് വോട്ട് ചെയ്ത് പോലെ സപ്പോർട്ട് ചെയ്തു, സ്നേഹിച്ചും അവരുടെ സ്നേഹം പ്രകടിപ്പിച്ച് അങ്ങനെയാണ് അവൻ ഈ ഒരു വിന്നർ എന്നുള്ള ഇതിലേക്ക് എത്തിയത്. അത് നമുക്ക് വളരെയധികം അഭിമാനം തോന്നി, സന്തോഷം തോന്നി. കേരളത്തിൽ നിന്ന് എത്ര പേരുണ്ടായി? കേരളത്തിൽ നിന്ന് 4 പേരുണ്ടായിരുന്നു. പക്ഷേ കണ്ടിന്യൂ ചെയ്യാതെ അവർക്ക് പറ്റാതെ വന്ന ആൾക്കാരുണ്ട്. 2 പേരല്ലാതെ ലാസ്റ്റ് ഫൈനലിൽ മോൻ്റെ കൂടെ ഒരാളുണ്ട്. മലയാളി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം കേരളത്തിൽ നിന്നുള്ള കുട്ടിക്ക് അവൻ വിന്നറായപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർക്ക് എല്ലാവർക്കും സന്തോഷമാണ്. കാരണം കുട്ടികളെല്ലാവരും നല്ല കുട്ടികളാണ്, നന്നായിട്ട് പാടുന്നവരാണ്. ഇതിപ്പോൾ ആൾക്കാർ അവനെ നെഞ്ചിലേറ്റി അവനിങ്ങനെ ഒരു കിട്ടി. അത് നമുക്കും എല്ലാവർക്കും സന്തോഷം, അവർക്കും ആ കുട്ടികളും അതിൽ സന്തോഷിക്കും. മോനെ മമ്മി പറയുന്നതൊക്കെ എങ്ങനെയാ? സന്തോഷമാണോ? സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമായി. അമ്മയ്ക്ക് സന്തോഷമായി, അച്ഛന് സന്തോഷമായി, ചേച്ചിക്ക് സന്തോഷമായി, എനിക്ക് സന്തോഷമായി.
അവിടെ ചെന്നപ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് എങ്ങനെയാ കൂട്ടുകൂടാനൊക്കെ അവസരം കിട്ടിയോ? ആ കിട്ടി. കിട്ടി. ആരൊക്കെ ആയിട്ട്? എല്ലാവരും പിന്നെ ക്യാപ്റ്റൻസും നേഹ മാമും എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ? ആ, ഇനി നിൻ്റെ ഇതിൻ്റെ പ്ലാൻ എങ്ങനെയാ അടുത്തത്? അടുത്ത പ്ലാൻ ഇനിയിപ്പം ചെന്നിട്ട് വേണം അതെയാ? നല്ലൊരു മ്യൂസിഷ്യൻ ആവണം, സിംഗർ ആവണം, പിന്നെ ഹിന്ദുസ്ഥാനി പഠിക്കണം, പിന്നെ ഇതൊക്കെ പഠിക്കണം, കീബോർഡ്, ഡ്രംസ് എല്ലാം പഠിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തിട്ട് പോകാനാവും. കേരളത്തിൽ നിന്ന് അധ്യാപകരൊക്കെ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നോ? അവരെന്താ പറഞ്ഞേ? അവരെല്ലാവരും കണ്ടു ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാറ്റ്സ്. അതെയാ? സഹപാഠികളുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നല്ല രസമുണ്ട്. അതെയാ? വിന്നറായിപ്പോൾ അവർ വിളിച്ചായിരുന്നോ? വിന്നറൊക്കെ അവർ വിളിച്ചായിരുന്നു. താങ്ക് യു. അപ്പോൾ അവർ പറഞ്ഞു അതെയാ? പിന്നെ ഫ്ലവേഴ്സിൽ നിന്ന് വിളിക്കാൻ പറഞ്ഞു. ആ. कोरा कागज तो ये मन मेरा, लिख लिया नाम इस पे तेरा, सुना आंगन तो जीवन मेरा, बस गया प्यार जिससे तेरा. അങ്കമാലി ടി.ബി. ജംഗ്ഷനിൽ കുട്ടിക്കൊപ്പായം എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കുട്ടികൾക്കായി വിസ്മയം തീർത്തിരിക്കുന്ന ഷോപ്പിൽ കിഡ്സ് ഡ്രസ്, കിഡ്സ് കോസ്മെറ്റിക് ഐറ്റംസ് ആൻഡ് ടോയ്സ് എന്നിവ ആകർഷകമായ വിലയിൽ ഒരുക്കിയിരിക്കുന്നു. ടി.ബി. ജംഗ്ഷൻ അങ്കമാലി, നിയർ ജൻ ഔഷധി. ഫോൺ നമ്പർ 8075851287. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.